എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ കൺട്രോൾ തെറ്റിയ നമ്മുടെ ബിഗ് മോം അവളാണെങ്കിൽ ആ ഐലാൻഡ് മുഴുവൻ ഓടി നടക്കുകയാണ്. മോമിന്റെ ഇപ്പോഴത്തെ ആവശ്യം അത് മറ്റൊന്നുമല്ല, ആ വെഡ്ഡിംഗ് കേക്ക് അത് വേണമെന്നതാണ് അവളുടെ ആവശ്യം. ഓൾറെഡി സാഞ്ചിയുടെ കല്യാണത്തിന് വേണ്ടി ആ ഒരു വെഡ്ഡിംഗ് കേക്ക് അതുണ്ടാക്കാൻ തന്നെ ഒരുപാട് ദിവസങ്ങളെടുത്തു. ഒരുപാട് ഐലാൻഡിൽ നിന്ന് കളക്ട് ചെയ്ത ടയറും ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള കോമ്പോണൻസ് ഒക്കെ ഉപയോഗിച്ചാണ് അത്രയും വലിയൊരു ജയന്റ് വെഡ്ഡിംഗ് കേക്ക് ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ അതാണെങ്കിൽ തകർന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബിഗ് മോമിന് ഇപ്പോൾ വീണ്ടും നല്ലൊരു കേക്ക് അതുപോലെ തന്നെ വേണമെന്ന് അതിയായ ആഗ്രഹം. അവൾ ആ കേക്കിന്റെ പേര് പറഞ്ഞ് നിലവിളിച്ച് ചുറ്റുമുള്ള ബിൽഡിങ്ങുകളെല്ലാം തകർത്ത് അതിൽ ചിലത് തിന്നൊക്കെ നോക്കും. ഈ ടേസ്റ്റ് കൊള്ളില്ല, ആ വെഡ്ഡിംഗ് കേക്ക് അത് ഇതിലും അടിപൊളിയാണ്, എനിക്ക് അത് വേണമെന്ന് പറഞ്ഞ് അവൾ കയ്യിൽ കിട്ടുന്ന എല്ലാവരെയും തല്ലിക്കൊന്നും അടിച്ചു തെറിപ്പിച്ചും അങ്ങനെ മുൻപോട്ടേക്ക് പോവും. അടുത്ത നിമിഷം അവളുടെ കയ്യിൽ ആ ക്രീം തലേനെ കിട്ടുകയാണ്. ചുറ്റുമുള്ളവരെല്ലാവരും ഒരു സെക്കൻഡ് പേടിച്ച് ബിഗ് മോമിനെയും ആ ക്രീം തലേനെ നോക്കും. ബിഗ് മോം ആണെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ ഏതോ ഒരു ദിശയിലേക്ക് അവനെ വലിച്ചെറിയും. വമ്പം ഫോഴ്സിൽ പോയി അവൻ അങ്ങനെ അടിച്ചു വീഴുകയാണ്. ബിഗ് മോമിന്റെ അസിസ്റ്റൻസിനും മക്കളിനും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവരാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അവരെല്ലാവരും ചേർന്ന് അവരുടെ ഫുൾ സ്ട്രെങ്ത് എടുത്ത് വേണമെങ്കിൽ അവരുടെ അമ്മ ബിഗ് മോമിനെ തടയാം. പക്ഷെ ഇൻ കേസ് അവൾ അവർ ക്രിയേറ്റ് ചെയ്യുന്ന ബാരിയർ തകർത്ത് പുറത്തേക്ക് വന്ന പിന്നീട് അവർക്ക് ആർക്കും ജീവൻ ഉണ്ടാവില്ല. അതല്ലെങ്കിൽ ബിഗ് മോം ചോദിച്ച ആ ഒരു കേക്ക് അതുണ്ടാക്കി കൊടുക്കണം. പക്ഷെ അത് ഉണ്ടാക്കണമെങ്കിൽ മിനിമം 3 ദിവസം അവർക്ക് ആവശ്യമാണ്. ആ 3 ദിവസത്തിനുള്ളിൽ ബിഗ് മോം അവൾ ഐലാൻഡ് തന്നെ ബാക്കി വെക്കില്ല. അങ്ങനെ ഇവിടെ ബിഗ് മോം ആണെങ്കിൽ അവളുടെ ആക്രമണം അതങ്ങനെ തുടർന്നു പോകുന്ന ഗ്യാപ്പിൽ ഇവിടെ നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ ബമ്പർ സ്പീഡിൽ ആ കപ്പൽ നോക്കി പോവാണ്. രാമയാണെങ്കിൽ ജിംബയുടെ മുതുകത്ത് അങ്ങനെ വലിഞ്ഞു കയറും. അതിനുശേഷം ഒരു ഷോർട്ട് കട്ട് കാണിച്ചു കൊടുക്കുകയാണ്. കമോൺ അതുവഴി പോയാൽ നമുക്ക് പെട്ടെന്ന് കപ്പലിന്റെ അടുത്തേക്ക് പോകാൻ പറ്റുമെന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ ബിഗ് മോം അവളാണെങ്കിൽ കൂടുതൽ ആക്രമണങ്ങൾ അങ്ങനെ അയച്ചുവിടും. അത് കണ്ട ബിഗ് മോമിന്റെ മക്കളാണെങ്കിൽ ആ ഹെഡ് ഷെഫിനെ ആളെ അന്വേഷിക്കുകയാണ്. കാരണം ആളെ കൊണ്ട് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അപ്പോഴായിരിക്കും മറ്റൊരു ട്വിസ്റ്റ്. ഹെഡ് ഷെഫ് ആണെങ്കിൽ ആ വലിയ കാസ്റ്റിൽ അത് കേക്കാക്കുന്നതിന്റെ ഇടയിൽ തന്റെ കൺട്രോൾ പോയി അറയിൽ അടിച്ചു വീണ് ആളുടെ എല്ലും മുള്ളും ഒക്കെ നുറുങ്ങി കിടക്കുകയാണ്. ആൾക്കാണെങ്കിൽ അനക്കമില്ല. ഡോക്ടേഴ്സ് ആണെങ്കിൽ അവനെ ചെക്ക് ചെയ്ത് നോക്കും. അവനെ പഴയതുപോലെ ആക്കണമെങ്കിൽ ഇനി ഒരുപാട് ദിവസങ്ങൾ ആവശ്യമാണ്. ഇത് കേട്ട പരസ്പരമാണെങ്കിൽ മനസ്സിൽ എന്തൊക്കെയോ തീരുമാനിപ്പിച്ച് ഉറപ്പിച്ച് ഇപ്പൊ ബിഗ് മോമിന്റെ അടുത്തേക്ക് വരും. മറ്റുള്ളവര് പരസ്പരമെ തിരിച്ചു വിളിക്കുകയാണ്. പക്ഷെ അവൻ സ്ട്രെയിറ്റ് ആയിട്ട് ബിഗ് മോമിന്റെ അടുത്തേക്ക് വന്ന് പറയും, ആക്ച്വലി നിങ്ങൾ ചോദിച്ച വെഡ്ഡിംഗ് കേക്ക് അത് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ശരിക്കും ഒരു ഡെലീഷ്യസ് കേക്കാണ്. പക്ഷെ എന്തു പറയാൻ, ആ ഒരു കേക്ക് നിങ്ങൾക്ക് വേണ്ടി കാത്തു വെച്ചതാണ്. അതല്പം മുൻപ് ആ സ്ട്രോഹ ടീം അവരടിച്ചു മാറ്റി ഈസ്റ്റ് വെസ്റ്റ് സൈഡിലൂടെ ഓടിപ്പോയി. നിങ്ങൾ അവിടേക്ക് പോവാണെങ്കിൽ ഈസി ആയിട്ട് അവരെ കണ്ടെത്താനും ആ കേക്ക് അത് റിക്കവർ ചെയ്യാനും നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് പറയും. ബിഗ് മോമിന് അത് കേൾക്കേണ്ട താമസം അവളുടെ കലിയും പകയൊക്കെ ഇരട്ടിയാവുകയാണ്. ബിഗ് മോം ആണെങ്കിൽ ടെററായിട്ട് അവനെ ഒന്ന് നോക്കും. ഞാനിപ്പോ സ്ട്രോഹാറ്റ്സിന്റെ അടുത്തേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് എനിക്ക് വെഡ്ഡിംഗ് കേക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അടുത്ത നിമിഷം ഞാൻ തിരികെ വന്ന് നിന്നെ തല്ലിക്കൊല്ലും. അത്രയും പറഞ്ഞ് അവളിപ്പോ നമ്മുടെ സ്ട്രോഹാറ്റ്സിനെ തേടിപ്പോവും. ഇത് കേൾക്കേണ്ട താമസം പരസ്പരയ്ക്കാണെങ്കിൽ ഒരു മൈനർ അറ്റാക്ക് തന്നെ വരികയാണ്. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പേടിച്ചു നിൽക്കും. ഉടനെ സ്മൂത്തി അവിടേക്ക് വന്ന് അവനെ ആശ്വസിപ്പിക്കും. പരസ്പരവും നീ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, സത്യത്തിൽ നീയാണ് ജീനിയസ്, നീ ഇപ്പോ നമ്മുടെ ഐലാൻഡിനെ പ്രൊട്ടക്ട് ചെയ്തു. മാത്രമല്ല ഇപ്പൊ നമുക്ക് ടൈമുണ്ട്, ഈ ടൈമിനുള്ളിൽ എങ്ങനെയെങ്കിലും നമുക്ക് കേക്ക് അത് റെഡിയാക്കാമെന്ന് പറയും. പക്ഷെ പരസ്പരയ്ക്കാണെങ്കിൽ അതിൽ യാതൊരു വിശ്വാസവും ഇല്ല. കാരണം ആ സീനിയർ ഷെഫിന് ബോധം വീണിട്ടില്ല. അത് മാത്രമല്ല ഒരുപാട് ഇൻഗ്രീഡിയൻസ് പല സ്ഥലത്തു നിന്നും അവിടേക്ക് എത്തിക്കാനുണ്ട്. അപ്പോഴായിരിക്കും നമ്മുടെ പുട്ടിങ് അവൾ ചാടി എഴുന്നേറ്റ് പറയും, എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയാം. എൻ്റെ സിസ്റ്റർ ഷിഫോണ്, അവൾക്കും നന്നായിട്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന തീർച്ചയായിട്ടും നല്ലൊരു കേക്ക് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ ഷിഫോണാണെങ്കിൽ അവരോടൊപ്പം ഇല്ല. അവള് കപ്പോംസിന്റെ കല്യാണം കഴിച്ച് ഇപ്പൊ അവനോടൊപ്പമാണ്. ആണെങ്കിൽ അവളുടെ ഗണ്ണെടുത്ത് കാണിക്കും. ഇതുപയോഗിച്ച് ഞാൻ അവളെ ഭീഷണിപ്പെടുത്തി ഇവിടേക്ക് കൊണ്ടുവരും. അവളെ മാത്രമല്ല ആ സാഞ്ചിയെയും ഞാൻ വെറുതെ വിടില്ല. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാർ ചുറ്റും നോക്കും. അപ്പൊ ദൂരത്തായിട്ട് ആ ബേസ്റ്റ് ട്രീ അതിനെ ഒരു ലേഡി ആണെങ്കിൽ അതിന്റെ അറ്റുപോയ ഭാഗങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് നോർമലാക്കി മാറ്റും. അത് കാണേണ്ട താമസം നമ്മുടെ ആൾക്കാർ വീണ്ടും അതിന്റെ പുറത്തേക്ക് അങ്ങനെ ചാടി കയറുകയാണ്. നാമിയാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വീണ്ടും ആ ഡ്രാഗൺ ട്രീയെ അതിനെ അങ്ങനെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്.
അവൾ ബിഗ് മോമിന്റെ ആ വിബ്രു കാർഡ് കാണിച്ച് അതിന് ഭീഷണിപ്പെടുത്തും. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ ഈ വിബ്രു കാർഡ് ഉപയോഗിച്ച് തന്നെ നിന്നെ എന്നേക്കുമായിട്ട് ഞാൻ ഇല്ലാതാക്കും. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. സോ നീ സ്പീഡിൽ മുന്നോട്ടേക്ക് പോകും. ആ മോൺസ്റ്റർ ട്രീക്കാണെങ്കിൽ ചത്താ മതിയെന്നാവും. വേറെ വഴിയില്ലാതെ ആ ഒരു വിബ്രു കാർഡ് കണ്ട് പേടിച്ച് അത് ഉഷാറായിട്ട് ചാടി ഓടുകയാണ്. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. അവൻ ആ ട്രീയെയും നാമിയെയും അവളുടെ കയ്യിലുള്ള വിബ്രു കാർഡിനെയും അങ്ങനെ മാറി മാറി നോക്കും. അപ്പൊ ലോങ് ഷോട്ടില് ആ വില്ലന്മാരുടെ ടീം അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ നല്ല സ്പീഡിൽ ഓടി വരികയാണ്. അവരെ കണ്ട് നാമിയുടെ ഹാർട്ട് ബീറ്റ് അതങ്ങനെ കൂടി കൂടി വരും. അവളാണെങ്കിൽ വീണ്ടും ആ ട്രീയെ ഭീഷണിപ്പെടുത്തുകയാണ്. എത്രയും വേഗം എന്റെ ഫുൾ സ്ട്രെങ്തിൽ മുൻപോട്ടേക്ക് പോ, അല്ലെങ്കിൽ എന്റെ കൈകൊണ്ട് പിന്നെ ഞാൻ വെട്ടി 2 പീസാക്കും. അത് കേട്ട് പെട്രോ ആണെങ്കിൽ നാമിയെ നോക്കും. നീ ഇങ്ങനെ വെറുതെ അതിനെ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല, അത് ഓൾറെഡി അതിനെ കൊണ്ട് പറ്റും പോലെ ഓടുന്നുണ്ട്. പെട്രോ അങ്ങനെ പറയേണ്ട താമസം വലിയൊരു ശബ്ദം അവര് കേൾക്കുകയാണ്. അവരെല്ലാവരും ആ ശബ്ദം കേട്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കും. അപ്പൊ അവര് കാണും ജയന്റ് ബിഗ് മോം. അവളാണെങ്കിൽ എടുത്തു ചാടി ഫ്ലൈ ചെയ്ത് വരികയാണ്. അവള് നിലവിളിച്ചു പറയും, എന്റെ വെഡ്ഡിങ് കേക്ക് അതെനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടണം. അത് കിട്ടിയിട്ടില്ല എങ്കിൽ എല്ലാവരെയും ഞാൻ തല്ലി കൊല്ലും. ബിഗ് മോം അങ്ങനെ പറന്നു വരുന്നത് കണ്ട് ലൂഫി ഞെട്ടും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ആ ജെറമിയ കിൻഡം കാണിക്കും. അവിടെയാണെങ്കിൽ ബിഗ് മോമിന്റെ ആൾക്കാരെല്ലാവരും ചേർന്ന് അവിടെ ഉണ്ടായിരുന്ന സോൾജേഴ്സിനെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. അവരാണെങ്കിൽ മറ്റൊന്നും നോക്കില്ല, ഞൊട്ടിയിടയിൽ ആ സോൾജേഴ്സിനെ എല്ലാം ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അതിനുശേഷം അവർ സോൾജേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു വലിയ ലാബിലേക്ക് തന്നെ ഒരു പ്രിക്കോഷനും ഇല്ലാതെ ഡയറക്റ്റ് കയറി വരും. അവർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. കാരണം നല്ല സ്ട്രെങ്തും പവറും ഉള്ള ഒരുപോലെ ഇരിക്കുന്ന ഒരുപാട് സോൾജേഴ്സിനെ അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെ ഒരു ടെക്നോളജി അത് ബിഗ് മോമിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവളെ ആർക്കും തോൽപ്പിക്കാനാവില്ല. സോ എന്ത് വില കൊടുത്തും ഇത് ബിഗ് മോമിന് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തേ പറ്റൂന്ന് പറഞ്ഞ് അവർ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. ബിഗ് മോമിന്റെ ആൾക്കാരെല്ലാവരും ഇപ്പൊ അവിടേക്ക് കയറി വരും. അപ്പൊ ദൂരത്തായിട്ട് ആ വിങ് സ്മോക്കിന്റെ സിംഹാസനം അവർ കാണുകയാണ്. അവരെല്ലാവരും ചേർന്ന് അത് തകർക്കാനായിട്ട് ഓടി അടുക്കും. അടുത്ത സെക്കൻഡ് സാക്ഷാൽ ഇച്ചീച്ചി അവനാണെങ്കിൽ ആ സിംഹാസനത്തിൽ അങ്ങനെ ഹായായിട്ട് കയറിയിരിക്കുകയാണ്. അവനാണെങ്കിൽ അവരോട് ചോദിക്കും, നിങ്ങൾ സിംഹാസനത്തിൽ എന്നെ കണ്ടില്ലേ? നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ അറ്റാക്ക് ചെയ്യേ. അത് കേൾക്കേണ്ട താമസം അവറ്റകൾ എല്ലാവരും അവന് നേരെ ഓടിയെടുക്കും. അതേസമയം പുറത്തുണ്ടായിരുന്ന ബിഗ് മോമിന്റെ ആൾക്കാരെ നീലത്തലയനും പച്ചത്തലയനും അവർ രണ്ടുപേരും ചേർന്ന് തല്ലി കൊല്ലുകയാണ്. അകത്തേക്ക് കയറി വന്നവരെ റേച്ചു അവളുടെ പോയിസൺ ഗ്യാസ് ഉപയോഗിച്ച് എല്ലാവരെയും സിമ്പിളായിട്ട് കൊന്ന് തള്ളും. അങ്ങനെ വിങ് സ്മോക്കിന്റെ മക്കള് അവരെല്ലാവരും ചേർന്ന് ബിഗ് മോമിന്റെ ആൾക്കാരെ തല്ലി കൊല്ലുകയാണ്. കട്ട് ചെയ്ത ഇവിടെ സാക്ഷാൽ ബിഗ് മോം. അവളാണെങ്കിൽ ലൂഫിയെയും നമ്മുടെ ആൾക്കാരെ ലക്ഷ്യമാക്കി ചാടി വരികയാണ്. അവരെ കൊല്ലുക എന്നത് മാത്രമാണ് അവളുടെ മനസ്സിലുള്ള ഒരേ ഒരു ആഗ്രഹം. അത് കണ്ട് ലൂഫിക്കും അവന്റെ ദേഷ്യം കൂടി വരികയാണ്. ഇത്രയും നേരവും അവൻ കൂട്ടിവെച്ചവന്റെ ദേഷ്യം അത് മുഴുവൻ പുറത്തേക്കെടുത്ത് പവറാക്കി മാറ്റി അവൻ അവളെ അടിക്കാനായിട്ട് അങ്ങനെ ചാടി പോവാൻ ശ്രമിക്കും. അത് കണ്ട ജിംബയാണെങ്കിൽ ലൂഫിയെ പിടിച്ചു നിർത്തും. വേണ്ട, നീ അവളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പാടില്ല. നോർമലി ബിഗ് മോം അവൾ അറ്റാക്ക് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര പവറും ഇമ്പാക്റ്റും ആണ്. ഇപ്പോഴാണെങ്കിൽ അവൾ ഡബിൾ സ്ട്രോങ്ങിലാണ്. അവള് ആ ഒരു കേക്കിന് വേണ്ടി മുറവിളി കൂട്ടുകയാണ്. സോ അവളുടെ പവർ ഇപ്പോൾ ഡബിൾ ആയിട്ടുണ്ടാവും. നിന്റെ മുഴുവൻ പവർ ഉപയോഗിച്ച് അവളെ ഇപ്പോൾ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ ശ്രമിച്ചാലും നീ പരാജയപ്പെടുക മാത്രമേ ഉണ്ടാവൂ. നമ്മൾ ശക്തി കൊണ്ടല്ല ബുദ്ധി കൊണ്ട് വേണം പ്രവർത്തിക്കാനായിട്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഒരേ ഒരു ലക്ഷ്യം എങ്ങനെയെങ്കിലും അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് സേഫായി കപ്പലിലേക്ക് എത്തുക എന്നത് മാത്രമാണ്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. നാമിയാണെങ്കിൽ പല്ല് കടിച്ച് ആ മോൺസ്റ്റർ ട്രീയോട് സ്പീഡിൽ മുൻപോട്ടേക്ക് പോകാൻ പറയും. കട്ട് ചെയ്ത ആ കട്ടകുറി വില്ലൻ ആണെങ്കിൽ ബ്രോലിയുടെ പവർ അതുപയോഗിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ ആൾക്കാരുടെ 1000 സണ്ണി കപ്പലിലേക്ക് തന്നെ വരികയാണ്. കാരണം അവന് നന്നായിട്ട് അറിയാം കപ്പലിലൂടെ മാത്രമേ നമ്മുടെ ആൾക്കാർ രക്ഷപ്പെട്ടു പോവുള്ളൂ എന്ന്. നമ്മുടെ ആൾക്കാർ കപ്പലിൽ വന്ന ഓൺ ദ സ്പോട്ട് നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ അവൻ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കും. ഇവിടെ ബിഗ് മോം ആണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മുടെ ആൾക്കാരുടെ അടുത്തെത്തി കഴിഞ്ഞു. എൻ്റെ വെഡ്ഡിങ് കേക്ക് അതെനിക്ക് വേണമെന്ന് പറഞ്ഞ് അവൾ സ്ക്വാഡ് എടുത്ത് ഒരൊറ്റ വെട്ട്. ആ ഒരു വെട്ടില് ആ ട്രീ അത് വീണ്ടും മുറിയപ്പെടുകയാണ്. മാത്രമല്ല അവിടെ ഇപ്പോൾ വലിയൊരു ചുഴലിക്കാറ്റ് തന്നെ ക്രിയേറ്റ് ആവും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കും. അതേസമയം ബിഗ് മോം അവൾ അങ്ങനെ ടെററായിട്ട് നോക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.